ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആൻസ് എന്നുള്ള പാഠഭാഗമാണ്. ഇതിലെ പാഠഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും കൂടെ ഈ വീഡിയോയിലൂടെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഹിയർ ഈസ് എ പോം അബൌട്ട് ആൻസ്. ഇത് ആൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പോമാണ്, ഒരു കവിതയാണ്. എന്താണ് ആൻസ് എന്ന് പറഞ്ഞാൽ? ആൻഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളാണ് അല്ലേ. ആൻസ് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളെ കുറിച്ചിട്ടുള്ളതാണ്. റീഡ് ആൻഡ് എൻജോയ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉറുമ്പിൻ്റെ ഒരു പിക്ചർ കൂടെ തന്നിട്ടുണ്ട് അല്ലേ. മരത്തിൽ നോക്കൂ, ഒരു കുഞ്ഞനുറുമ്പ്. നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇത്രയും അധികം ആൻസിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. സച്ച് എ ലിറ്റിൽ തിങ്സ് വി കോൾ ദ ആൻസ്. ഒരു ചെറിയ സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൻസ് അല്ലെങ്കിൽ ഉറുമ്പുകൾ എന്ന് വിളിക്കുന്നത്. ഇറ്റ് സീംസ് ഹി ഹാസ് നോ വേർഡ്സ് ഫോർ കാൻറ്റ്. അവർക്ക് ഒരിക്കലും കാൻറ്റ് കഴിയില്ല എന്നുള്ള വാക്ക് അവരുടെ ഡിക്ഷണറിയിലേ ഇല്ല എന്ന് പറയില്ല, അവരിൽ കാണാനേ പറ്റില്ല. ദേ വിൽ ക്ലൈംബ് അപ്പ് ഓവർ. അവർ മുകളിലേക്കൊക്കെ ഇങ്ങനെ കയറി പോകും. അറൗണ്ട് ആൻഡ് ത്രൂ. എന്താണ്? അതിൻ്റെ ചുറ്റും ഇങ്ങനെ പോകും. അതുപോലെ തന്നെ ത്രൂ, അതിൻ്റെ ഉള്ളിലൂടെയും പോകും. ഇറ്റ് സീംസ് ദർ ഈസ് നത്തിങ് ആൻസ് ക്യാൻ ഡു. ഉറുമ്പുകൾ ചെയ്യാത്തതായിട്ട് ഒന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അർത്ഥം. ദേ നെവർ ക്വിറ്റ്, ദേ നെവർ സ്റ്റേ. അവരൊരിക്കലും അതിൽ നിന്ന് പിന്മാറില്ല. ക്വിറ്റ് എന്ന് പറഞ്ഞാൽ അവർ പിന്മാറില്ല, അവരൊരിക്കലും അതിൽ നിന്ന് പോവുകയും ഇല്ല. അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് അവർ എത്തിച്ചേരുക തന്നെ ചെയ്യും. ദേ ഓൾവേസ് ഫൈൻഡ് അനദർ വേ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും അവർക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല, അപ്പോൾ അവരെന്ത് ചെയ്യും? അതിൻ്റെ അപ്പുറത്തുള്ള അല്ലെങ്കിൽ വേറെ ഒരു വഴി അതിലേക്ക് അവർ കണ്ടുപിടിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ടു ഗെറ്റ് ടു വെയർ ദേ നീഡ് ടു ഗോ. അവർക്ക് എങ്ങോട്ടാണോ അവർക്ക് പോകാൻ ആവശ്യമായിട്ടുള്ളത് അവിടേക്ക് എത്താനുള്ള വഴി ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവർ അതിനെ മറികടന്ന് എത്തുക തന്നെ ചെയ്യും. ഐ വണ്ടർ ഹൗ ദേ സീം ടു നോ. ഞാൻ അത്ഭുതപ്പെടുന്നത് എങ്ങനെയാണ് അവർക്ക് ഇതൊക്കെ അറിയുക? ഈ വഴി അല്ലെങ്കിൽ വേറൊരു വഴി എങ്ങനെയാണ് അവർക്ക് അറിയുന്നത് എന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. ദിസ് ബഗ് സോ സ്മോൾ, ദീസ് ടൈനി സ്പെക്സ്. എന്താണ്? അവർ വളരെ ചെറുതാണ്, വളരെ ടൈനി സ്പെക്കൊക്കെയാണ് അവർക്ക് ഉള്ളത്. ക്യാൻ ടീച്ച് അസ് ഓൾ ഹൗ ടു ഏൺ റെസ്പെക്റ്റ്. അത് മാത്രമല്ല അവരിൽ നിന്നും എങ്ങനെയാണ് ബഹുമാനം, റെസ്പെക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉറുമ്പുകൾ എന്ന് പറയുന്നത് നമ്മളവരെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി, വളരെയധികം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഏത് പ്രതിസന്ധിയെയും ഓവർകം ചെയ്തിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് അവരിൽ നിന്നും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഗാരി ബാരിസൺ എഴുതിയ ഒരു കുഞ്ഞു പോമാണ് ഇത്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഇവിടെ ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്. ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്മോൾ ഇൻസെക്ട്സ്, ഒരു ചെറിയ പ്രാണിയാണ്. ക്വൈറ്റ്, ടു ലീവ്, അതിൽ നിന്നും മാറി നിൽക്കുക. സ്പെക്ക്, സംതിങ് വെരി സ്മോൾ, വളരെ ചെറിയ ഒരു സംഭവത്തിനെയാണ് സ്പെക്ക് എന്ന് പറയുക. വണ്ടർ, ഐ ഫീൽ ഓഫ് അമേസ്മെൻറ്റ്, എ ഫീലിംഗ് ഓഫ് അമേസ്മെൻറ്റ്, ഒരു അത്ഭുതം എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ലെറ്റ്സ് എക്സ്പ്ലോർ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയറ്റ് സേസ് ദാറ്റ് ആൻസ് ഡോണ്ട് നോ ദ വേർഡ് കാൻറ്റ്. വൈ? ആൻസിന് ഒരിക്കലും പറ്റില്ല എന്നുള്ള സംഭവം അറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് പറയുന്നത്? ദ പോയറ്റ് സെഡ് ദാറ്റ് ആൻസ് ഡോണ്ട് നോ ദ വേർഡ്സ് can't because they will never give up doing something, always find another way. അപ്പോൾ പോയിറ്റ് പറയുന്നത് ഉറുമ്പുകൾ ഒരിക്കലും ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് പറയാറില്ല. അവരൊരിക്കലും ഒരു കാര്യത്തെയും ഗീവ് അപ്പ് ചെയ്യാറില്ല. മാത്രമല്ല അവർ അതിന് വേണ്ട, അവരെന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ അവരുടെ ലക്ഷ്യം അതിന് വേണ്ട മറ്റൊരു വഴി അവർ കണ്ടുപിടിക്കുമെന്നാണ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേസ് ഡു ആൻഡ് ഷോ ദെയർ സ്ട്രെങ്ത് ഈവൻ ദോ ദേ ആർ സ്മോൾ. ഇപ്പോൾ നമുക്കറിയാം ആൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണല്ലേ, പക്ഷെ എവിടെയാണ് അവരുടെ സ്ട്രെങ്ത് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദർ ഈസ് നത്തിങ് ദാറ്റ് ദ ആൻസ് ക്യാൻ ഡു, ദേ വിൽ ക്ലൈംബ് അപ്പ് ഓവർ അറൗണ്ട് ആൻഡ് ത്രൂ വിത്തൗട്ട് എ സ്റ്റോപ്പ്. അപ്പോൾ ആൻസ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഒരു കാര്യവും അവർ ചെയ്യാതിരിക്കില്ല. മാത്രമല്ല അവർ എല്ലാത്തിൻ്റെയും മുകളിലേക്ക് കയറുകയും അതിൻ്റെ ചുറ്റും പോവുകയും അതിൻ്റെ ഉള്ളിലൂടെ പോവുകയും ഒന്നും ഒരിക്കലും അവർ സ്റ്റോപ്പ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ലക്ഷ്യത്തേക്ക് കറക്റ്റായിട്ട് അവർ എത്താൻ വേണ്ടി ശ്രമിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ലെസൺ ക്യാൻ യു ലേൺ ഫ്രം ദ ലൈഫ് ഓഫ് ആൻസ്. അപ്പോൾ ഈ ആൻസിൻ്റെ ലൈഫിൽ നിന്നും എന്ത് ലെസണാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? എന്ത് പാഠമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് പഠിച്ചത്?
ഫ്രം ദ ലീവ്സ് ഓഫ് ആൻഡ് വി ക്യാൻ ലേൺ ഹൗ ടു ഓവർകം ചലഞ്ചസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളത് ഇവരുടെ ജീവിതത്തിലൂടെ നമ്മൾ പഠിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് എവേ വി നീഡ് ടു ഫൈൻഡ് അനദർ വേ ആൻഡ് റെഡി ടു ഫേസ് ചലഞ്ചസ്. അപ്പോൾ ഒരു കാര്യത്തിൽ നിന്നും ഒളിച്ചോടുക എന്നുള്ളതിന് പകരം നമ്മൾ അതിന് വേണ്ട മറ്റൊരു വഴി കണ്ടെത്തുകയും ഏത് ചലഞ്ചസിനെയും ഫേസ് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയും ചെയ്യണം എന്നാണ് ഇതിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ള ലെസൺ. ഇനി ആക്ടിവിറ്റി നമ്പർ 1 ആണ്. ഇൻ ദ പോം ആൻഡ്സ് ദ വേർഡ് ആൻഡ് കാണ്ട് ആർ റൈമിംഗ് വേർഡ്സ്. അപ്പോൾ ഈ പോമിൽ കാണ്ട് അതുപോലെ തന്നെ ആൻഡ് ഇതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ് വരുന്നത്. ഫൈൻഡ് ഔട്ട് അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. അപ്പോൾ ഈ പോമിൽ നിന്നും മറ്റുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ സെയിം സൗണ്ട്സ് വരുന്ന നമ്മുടെ ഒരു ലൈനിൻ്റെ എൻഡിൽ വരുന്ന വേർഡ്സിനെയാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, സ്റ്റേ, എവേ, ഇതെന്താണ്? രണ്ടും സെയിം സൗണ്ട്സ് ആണ് അല്ലേ. സോ ഗോ, നോ, ഇത് രണ്ടും സെയിം സൗണ്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 2 ആണ്. റീഡ് ദ റിഡിൽ ഗിവൺ ബിലോ. താഴെയുള്ള റിഡിൽ ഒന്ന് വായിച്ചു നോക്കാം. ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ. ഞാൻ രാത്രിയിൽ ആകാശത്ത് ഇങ്ങനെ തിളങ്ങും. ബ്രൈറ്റ് ആൻഡ് ഫാർ, ഒരുപാട് ദൂരെയായിട്ട് തിളങ്ങുന്നതാണ്. ഹൈ ഇൻ ദ സ്കൈ, ആകാശത്തിൻ്റെ ഉയരത്തിലാണ്. ആൻഡ് മേക്ക് പാറ്റേൺസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ ഓരോ പാറ്റേൺസ് ഉണ്ടാക്കുകയും ചെയ്യും. ഹു ആം ഐ, ആരാണത്? സ്റ്റാർ. ആൻസർ എന്താണ്? സ്റ്റാർ എന്നുള്ളതാണ്. നൗ മേക്ക് റിഡിൽ അബൌട്ട് ആൻഡ് ബട്ടർഫ്ലൈ ആൻഡ് ഹണീബി. ഇനി അടുത്തതായിട്ട് ആൻഡിനെ കുറിച്ചിട്ടും ബട്ടർഫ്ലൈനെ കുറിച്ചും ഹണീബിയെ കുറിച്ചിട്ടും റിഡിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആൻഡ് ആണ്. ഐ ആം ടൈനി, ഞാൻ വളരെ ചെറുതാണ്. ഐ ലീവ് ഇൻ എ ലൈൻ, ഞാനൊരു ലൈനിലാണ് ജീവിക്കുന്നത്. ഐ ക്യാരി ഫുഡ് ദാറ്റ്സ് ബിഗർ ദാൻ മൈൻ, ഞങ്ങളെക്കാൾ വലിയ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ചുവന്നു കൊണ്ടുവരാറുണ്ട്. വാട്ട് ആം ഐ, ആരാണ്? ആൻഡ്. സെക്കൻഡ് വൺ, ഐ ഹാവ് കളർഫുൾ വിങ്സ്, എനിക്ക് നല്ല ഭംഗിയുള്ള വിങ്സ് ഉണ്ട്. ഐ ഡാൻസ് ഇൻ ദ എയർ ഫ്രം, ഞാൻ അന്തരീക്ഷത്തിലൊക്കെ ഡാൻസ് ചെയ്യും. ഫ്രം ഫ്ലവേഴ്സ് ഐ സിപ്പ് വിത്ത് എ ജെൻറ്റിൽ കെയർ, ഞാൻ വളരെ കെയർ ചെയ്തുകൊണ്ട് ഫ്ലവേഴ്സിൽ നിന്നൊക്കെ സിപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഐ ചേഞ്ച് ഫ്രം എ കാറ്റർ പില്ലർ ഇറ്റ്സ് ക്വൈറ്റ് എ സൈറ്റ്, നല്ല സൈറ്റിലുള്ള കാറ്റർ പില്ലറിൽ നിന്നും ഞാനിങ്ങനെ ചേഞ്ച് ആവും. ആരാണത്? വാട്ട് ആം ഐ? ബട്ടർഫ്ലൈ. നെക്സ്റ്റ് വൺ നോക്കൂ, ഹണീബിയെ കുറിച്ചിട്ടാണ്. ഐ ആം ബിസി ആസ് ക്യാൻ ബി കളക്ടിങ് നെക്ടർ വിത്ത് ഗ്ലീ ഇൻ ദ ഗാർഡൻ, ഞാൻ ഗാർഡനിൽ നിന്നൊക്കെ ഇങ്ങനെ നെക്ടറും ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ബിസിയാണ്. ഐ പുഷ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ ഐ വിൽ ബി, എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഒരു ഫ്ലവറിൽ നിന്നും മറ്റൊരു ഫ്ലവറിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് പോകും. ഐ മേക്ക് സംതിങ് സ്വീറ്റ് ദാറ്റ് പീപ്പിൾ ലവ് ടു ഈറ്റ്, ആളുകൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ല സ്വീറ്റൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. വാട്ട് ആം ഐ, ആരാണ്? ഹണീബിയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. തേർഡ് വൺ ആണ്. ലുക്ക് അറൗണ്ട് യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് വേർ ആൻഡ്സ് ലീവ്, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും നോക്കുക, എന്നിട്ട് എവിടെയാണ് ഉറുമ്പുകളൊക്കെ ജീവിക്കുന്നത് എന്ന് നോക്കുക. ഒബ്സർവ് ദം, അതിനുശേഷം നിങ്ങൾ അവരെ നിരീക്ഷിക്കുക. ഡ്രോ എ പിക്ചർ ഓഫ് ആൻഡ്സ് വർക്കിംഗ് ടുഗെദർ, എന്നിട്ട് അവരെങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടെ നിങ്ങൾ വരയ്ക്കുക. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ഹൗ ദേ ഹെൽപ്പ് ഈച്ച് അതർ, അവരെങ്ങനെയാണ് പരസ്പരം സഹായിക്കുന്നത്, അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് കുറച്ച് സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തെഴുതാം? ആൻഡ്സ് വർക്ക് ടുഗെദർ ടു ഗ്യാദർ ഫുഡ്, ഭക്ഷണം ഗ്യാദർ ചെയ്യാൻ വേണ്ടി, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യും. ബിൽഡ് ഹോംസ്, അതുപോലെ തന്നെ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ടേക്ക് കെയർ ഓഫ് ബേബീസിനെയൊക്കെ അവരുടെ കുട്ടികളെയൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദേ ഹെൽപ്പ് ഈച്ച് അതർ ബൈ ക്യാരിയിങ് തിങ്സ് ടുഗെദർ, എന്ത് സാധനവും വഹിച്ചു കൊണ്ടുപോകാൻ അവർ പരസ്പരം ഹെൽപ്പ് ചെയ്യാറുണ്ട്. വർക്കിംഗ് ആസ് എ ടീം ആൻഡ് സപ്പോർട്ടിങ് വൺ അനദർ, അവർ ഒരു ടീം പോലെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരാളെ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ദിസ് ടീം വർക്ക് മേക്സ് ദെയർ കോളനി സ്ട്രോങ് ആൻഡ് ഹാപ്പി, അതുകൊണ്ട് തന്നെ ഈ ടീം വർക്ക് കൊണ്ട് തന്നെ അവരുടെ കോളനി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്ങും എപ്പോഴും ഹാപ്പിയുമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാഠഭാഗമാണ് ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്നുള്ളത്. അത് നമുക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം നോക്കാം. എക്സാം ഒരു ഇത്രയും പോർഷൻസ് ആണുള്ളത്. അപ്പോൾ എല്ലാം കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.